ബിഗ് ബോസ് സീസൺ 7 ഒരു എപ്പിസോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ അഖിൽമാരൊക്കെ മത്സരിക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു മിറർ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ബിസിനസ് കൂടിയാണ്, അവരുടെ ചാനലിൻ്റെതും അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെയും ബിസിനസ് കൂടിയാണ്. എന്നിരുന്നാൽ പോലും സമൂഹത്തിലെ 10 ആളുകൾ അറിയാവുന്ന ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഗെയിം കളിപ്പിക്കുകയാണ്. ഫിസിക്കൽ ഗെയിമും അതുപോലെ തന്നെ മൈൻഡ് ഗെയിമും രണ്ടും കളിപ്പിക്കുന്നുണ്ട്. ഇപ്രാവശ്യത്തിൽ നോക്കിയപ്പോൾ കുറേ വേസ്റ്റുകളിനുള്ളിൽ കയറിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ ആദില നൂറാനൊക്കെ അത്രത്തോളം ഫേമസ് ആക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് വേറൊരു പ്രത്യേകത തോന്നിയത്, ബിഗ് ബോസിൻ്റെ മറ്റൊരു വ്യക്തമായിട്ടുള്ളൊരു ഗെയിം കാണാൻ പറ്റും. ഇതിൽ ഈ ആദില നൂറ ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കും, ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു അപകടം ഞാൻ നന്നായിട്ട് മണക്കുന്നുണ്ട്. കാരണം അത്തരത്തിലാണ് ഗെയിം പോകുന്നത്. അത് ബിഗ് ബോസ് ഏതെങ്കിലും തരത്തിൽ അവരെ പരസ്പരം എന്ത് ചെയ്യും, ഒന്ന് കൊമ്പ് കോർക്കാനും അവർ പരസ്പരം ഒന്ന് കുറച്ച് വിഷയങ്ങൾ ഉണ്ടാവാനൊക്കെ നല്ല സാധ്യതയുണ്ട്. അതിനുള്ള ആളുകളും അതിനകത്തുണ്ട്, കുറച്ച് ചെറുപ്പക്കാരെയും ഒക്കെ കയറ്റിയിട്ട് ഇത് ഓപ്പോസിറ്റ് ജെൻഡർ എന്തായാലും അതിനകത്തുള്ളതിൻ്റെ പേരിൽ പല രീതിയിൽ ഇത് എന്ത് ചെയ്യും. എനിക്കറിയില്ല എന്താണ് അവരുടെ ഗെയിം പ്ലാൻ എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറയാത്തത്. എന്നിരുന്നാലും ഇവരുടെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു ക്ഷതം സംഭവിക്കുന്ന രീതിയിലായിരിക്കും ഈ ഗെയിം പോയിട്ട് അവസാനിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല കാര്യമാണ് അത്. അങ്ങനെയൊക്കെ അവർക്ക് അതിലൂടെ അവർക്ക് അവരുടെ എന്താണ് ജീവിതം, എന്താണ് മനുഷ്യൻ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ലതാണ്. കാരണം പണ്ട് കാലങ്ങളിൽ ഇല്ലാത്താണല്ലോ ഈ ലെസ്ബിയൻസിൻ്റെ ഇത്ര ഓപ്പണായിട്ട് പബ്ലിക്കിൽ അവർ ജീവിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പൂർണ്ണമായിട്ട് എതിരാണ്. പൂർണ്ണമായിട്ടും അതൊരു മാനസിക രോഗമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത്. ആ മാനസിക രോഗം ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഹോർമോണിനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മൈൻഡിനാണെങ്കിൽ അങ്ങനെ, നമുക്ക് പല രീതിയിലും ചികിത്സിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. അതങ്ങനെ മാറ്റേണ്ടതാണ്. അല്ലാതെ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടം LGBTQ അവരുടെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ വളർന്ന് വലുതായി. അപ്പോൾ അതിൽ കുറേ ട്രാൻസ്ജെൻഡേഴ്സും ട്രാൻസ് വുമൻസും അതുപോലെ തന്നെ ലെസ്ബിയൻസും ഗേയ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാ ടീമും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി വളരെ വളരെ വലുതാണ്. ഇവർക്കൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട് അതേപോലെ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഇത്രത്തോളം വികസിച്ച് ഭയങ്കരമായിട്ട് സമൂഹത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ കുട്ടികൾ വളർന്നു വരുന്ന പുതിയ കുട്ടികൾ ഏതെങ്കിലും തരത്തിലൊരു പുരുഷൻ്റെ ഒരു സ്ത്രൈണത ഒരു ചെറിയ രീതിയിലുണ്ടെങ്കിൽ, പണ്ടൊക്കെ അതിനെ മറികടന്നിരുന്നത് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നമ്മുടെ മനസ്സന്നെ എന്ത് ചെയ്യും, ഈ സമൂഹത്തിൽ അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് മാറണം എന്ന് ചിന്തിച്ചിട്ട് മാറിയിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും പണ്ട് ഇല്ലാന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത്ര കമ്മ്യൂണിറ്റി വളർന്ന സ്ഥിതിക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു ശ്രേണത ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും. കാരണം സപ്പോർട്ട് ചെയ്യാനും അല്ല സ്വീകരിക്കാനും കൂടെ നടക്കാനും ജോലി കൊടുക്കാനും ഒക്കെ കമ്മ്യൂണിറ്റികൾ ഉണ്ടായതുകൊണ്ട് നേരെ അതിലേക്ക് പെട്ടെന്ന് പോകും. അതൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റണമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറണമെന്നൊരു തോന്നലുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അപകടം എന്നുള്ളത്. ഈ കമ്മ്യൂണിറ്റിയൊക്കെ വളർന്നതുകൊണ്ടുള്ള ഒരു അപകടം. അപ്പോൾ അതിൽപ്പെട്ടിട്ടുള്ള 2 പേരാണ് ഈ ആദില നൂറയും. അത് മാത്രമല്ല, അതൊരു മുസ്ലിം സമുദായത്തിനെതിരെ കരിവാരിത്തേക്കാനും കൂടിയിട്ടുള്ളൊരു അവസരമായിട്ട് പല ആളുകളും ഇവരുടെ കേസിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വളർത്തു ദോഷം എന്നും പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെയാണ് കാണുന്നത്. അതിലൊന്നും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണേ, അവർ സ്കൂളിൽ പോയിട്ട് പഠിക്കണേ, തിരിച്ചു വരുന്നത് ഒരു പുരുഷനായിട്ടാണെന്നുണ്ടെങ്കിലേ നമ്മൾ സംശയിക്കുക, ആ ഒരു പുരുഷൻ്റെ കൂടെയാണല്ലോ പോകുന്നത്, ശരിയല്ല എന്നൊക്കെ പറഞ്ഞ രീതിയിൽ മാതാപിതാക്കൾ ഇടപെടുന്നത്. ഇതൊരു പെൺകുട്ടിയല്ലേ, അവരെ ഒരുമിച്ചിട്ടല്ലേ. ഒരു പെൺകുട്ടിയുമായിട്ടാകുമ്പോൾ ആരും അങ്ങനെ സംശയിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ മാതാപിതാക്കൾ അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സെക്സ് വീഡിയോസ് തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. പണ്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സൈറ്റുകളിലായിട്ട്. പക്ഷേ ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ, കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികൾ ഒരുമിച്ചിട്ട് ഈ പെണ്ണിനും തമ്മിൽ 2 മനുഷ്യരാണല്ലോ എന്നുള്ളത് കൊണ്ട് അവർക്ക് പരസ്പരം ഒരു ഇഷ്ടം ഉണ്ടാവും. അത് പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരേ വൈബായിരിക്കും, അവരൊരുമിച്ചുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ചിലത് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അവർക്ക് പിരിയാൻ പറ്റാത്തൊരു അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ അതിനെ മറികടക്കുന്നത് ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ നിലനിർത്തും. അല്ലെങ്കിൽ ചിലതൊക്കെ ബ്രേക്കായി പോകും. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, അതായത് നമുക്ക് ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷന് ആ ഒരു കൾച്ചർ ഇല്ല നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിൻ്റെ വളർച്ച കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. ഇനി ആരൊക്കെ വരാൻ കിടക്കണമെന്ന് അറിയില്ല. അത് ജാതി മതം എന്നുള്ളതില്ല, പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇനിയും വരാനുണ്ടാവും. കാരണം ഇവിടെ മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആളുകൾ. ഇനി പറഞ്ഞ പോലെ തന്നെ മാതൃക കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അവരവിടെ ആരും തല്ലിക്കൊന്നിട്ടുമില്ല, അവരാരും ഉപദ്രവിച്ചിട്ടില്ല. അവരെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ ഒരുപാട് ആളുകളുണ്ട്, അവരെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് ജോലി കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, അവരെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുണ്ട്. അതുപോലെ ബിഗ് ബോസിൽ വിളിച്ചു കൊണ്ടുപോകാൻ കുറേ ആളുകളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ബെനിഫിറ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നെഗറ്റീവായിട്ട് കുറച്ച് ഫാമിലി, അതായത് വീട്ടിലുള്ള ഉമ്മ വാപ്പ, കുറച്ച് അങ്ങനത്തെ അല്ലെങ്കിൽ അച്ഛനമ്മ, അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിനും കോടതി സപ്പോർട്ടാണ്. കേസിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കോടതിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെയും സപ്പോർട്ടാണ്. ഫാമിലിക്ക് വലിയ റോളൊന്നുമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള അവസ്ഥയില്ല. അപ്പോൾ മാനസിക മൂല്യങ്ങൾ തകർത്തുകൊണ്ടിട്ടുള്ള ഒരു ജീവിതം, നമ്മൾ മുമ്പും ഇതേ വിഷയത്തെക്കുറിച്ച് ഇങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്. മാനസിക മൂല്യങ്ങൾ തകർത്തുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമാണ് ശരിക്കും. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ശരിക്കും
ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓരോന്നെടുത്ത് പറയുന്നില്ല. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സമൂഹം എന്താ പറയുക, നമ്മുടെ ഈ മാനുഷിക മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വത്വം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നമ്മൾ ആണും പെണ്ണും അങ്ങനെയാണ്, നമുക്ക് 2 ജെൻഡറാണ് നമുക്കുള്ളത്, ആണും പെണ്ണും അല്ലേ. അത് നമ്മുടെ ഒരു പ്രകൃതിൻ്റെ ഒരു നിയമമാണ് അങ്ങനെ. പക്ഷേ അവർ തമ്മിൽ ചേരാതെ ഓപ്പോസിറ്റ്, അതായത് സെയിം ജെൻഡറുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഒരു പ്രകൃതിൻ്റെ തന്നെ ഒരു തിരിച്ചടി എന്തായാലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ അത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട്. പല ഇപ്പോൾ ഹിന്ദു മതമാണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ മതമാണെന്നുണ്ടെങ്കിലും മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലുള്ള നേതാക്കന്മാരും പണ്ഡിതന്മാരൊക്കെ ഇതിനെതിരെ ശക്തമായി ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട്, സംസാരിക്കാറുണ്ട് വിശദമായിട്ട്. എന്താണ് ജീവിതമെന്നും എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പ്രീമെറിറ്റൽ ഒരു കോഴ്സുകളൊക്കെ ആയിട്ടൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഏരിയ മൊത്തത്തിൽ മനുഷ്യനായി നിലനിർത്തിക്കൊണ്ട് ഒരു ഏരിയ വർക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ഏരിയയിൽ കൂടെ ഇതുപോലെ തന്നെ സ്പോയിലായിട്ട് കുറേ ആളുകൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് വഴിക്ക് നടക്കുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റണോ, ഏതൊക്കെ കാലഘട്ടം വരെ നമുക്കത് പിടിച്ചു നിർത്താൻ പറ്റണോ അത്രയും നല്ലത്. പക്ഷെ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ സമൂഹം കുറച്ചും കൂടെ നശിച്ചുകൊണ്ടിരിക്കുകയെന്നോ, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനും നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ടെന്നൊക്കെ പലപ്പോഴായിട്ടും തോന്നിയിട്ടുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതശൈലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ ശരിക്കും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്തകളിലും കടന്നു വരും എന്നുള്ളതാണ്. ഇപ്പം എല്ലാ കാര്യവും സിമ്പിളാണ് അല്ലേ, എല്ലാ കാര്യവും വളരെ സിമ്പിളാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ സെക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പിക്ചറും ഗ്രാഫിക്സും കാണിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നോക്ക്, പണ്ടൊക്കെ ഈ വിഷയം പറയാൻ ഭയങ്കര മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ളതാണ്. പക്ഷേ ഇത് പറയേണ്ടതെന്നുള്ളതല്ല, ഇത് സെക്സ് എഡ്യൂക്കേഷൻ ഉറപ്പായിട്ടും നല്ലതാണ്, നമ്മൾ മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, അത് കൊടുക്കേണ്ട രീതിയുണ്ട്. സ്കൂളുകളിൽ കുട്ടികൾക്ക് സെപ്പറേറ്റ്, പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ എന്ന് പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പബ്ലിക്കായിട്ട് വന്നങ്ങായിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ടുള്ളൊരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നത് എന്താ, സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള മൂവീസ് ഏതൊക്കെ ആയിരുന്നു. ഈ ലിപ് ലോക്ക് ചെയ്യണതും അല്ലെങ്കിൽ ഫ്രഞ്ച് ചെയ്യണതൊക്കെ നമ്മൾ സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളതാണ്. ബ്ലഡ് വരുന്നത് വരെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ പല രീതിയിൽ അടിയും കുത്തും ഒക്കെ ചെറിയ രീതിയിലുള്ള ശരീരഭാഗങ്ങൾ കാണിക്കുന്നതിന് പോലും സർട്ടിഫൈഡ് ചെയ്തിട്ടാണ് മൂവീസ് മുമ്പ് ഇറങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ യൂട്യൂബിൽ സർട്ടിഫൈഡ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ ആരാ ഫിൽറ്റർ ചെയ്യുന്നത്? ആരും ഫിൽറ്റർ ചെയ്യണില്ല. എനിക്കിഷ്ടമുള്ളത് എനിക്ക് ഇതിലിടാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതാരാ സെൻസർ ചെയ്യുന്നത്? ആരും സെൻസർ ചെയ്യണില്ല. എനിക്ക് തോന്നിയതുപോലെ പറയാം, അതെനിക്ക് എൻ്റെ ചാനലിൽ എനിക്ക് ഇടാൻ പറ്റും എന്നുള്ളത് പോലെ തന്നെയാണ്. ഇപ്പോൾ വളരെ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. കുട്ടികളെ സംരക്ഷിക്കുക, കുട്ടികളെ സൂക്ഷിക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യുക, അവരെ സ്നേഹിച്ച് കൂടെ നിർത്തി ഒരു സുഹൃത്തായി വളർത്തുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ചും കൂടെ സൂക്ഷ്മത മാതാപിതാക്കൾ പുലർത്തണമെന്ന് മാത്രം. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മക്കളുണ്ടാവും, യാതില നൂറാന്നൊക്കെ പറയുന്നത്. അവരെ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും തള്ളി പറയല്ല, നല്ലൊരു മാറ്റം ഉണ്ടായിട്ട് അവർ തിരിച്ചു വരാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് നമ്മൾ പറയുക. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി അവരായിട്ട് പോയി ജീവിക്കലല്ലോ. അവർ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് യൂട്യൂബ് ചാനലിലും ഒക്കെ വിലസന് കിടന്നിട്ട് അത് മറ്റുള്ള കുട്ടികളെയും കൂടി വഴിതെറ്റിക്കാനുള്ള ഒരു കാരണമാവും. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നത് മാത്രമല്ല, അത് അവരുടെ ജീവിതം, അവരിഷ്ടം, നമ്മൾ തിരുത്താൻ തയ്യാറല്ല. പക്ഷേ അത് മറ്റുള്ളവർ കൂടി മാതൃക ആകുമ്പോഴാണ് കുഴപ്പം. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം ബിഗ് ബോസിൻ്റെതാണ്. ബിഗ് ബോസിൻ്റെ ഇത് നല്ല സാധ്യത ഞാൻ മണക്കുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു കോട്ടം സംഭവിക്കാൻ എൻ്റെ മാത്രം അഭിപ്രായം, എനിക്ക് മാത്രം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, കണ്ടറിയണം. മറ്റൊരു വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.